സ്പാനിഷ് തലസ്ഥാനമായ മാഡ്രിഡിൽ നിന്നും 224 കിലോമീറ്റർ അകലെയുള്ള ഒരു നഗരമാണ് ആൽബസെറ്റ. സ്പാനിഷ് റെയിൽവേയുടെ രേഖകൾ പ്രകാരം 1.5 മണിക്കൂറിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം, അതായത് 90 മിനിറ്റിൻ്റെ ദൂരം. ആ നഗരത്തിലെ കാർലോസ് ബെൽമോണ്ട സ്റ്റേഡിയത്തിൽ 90 മിനിറ്റിന് ശേഷം ഫുൾ ടൈം വിസിൽ മുഴങ്ങുമ്പോൾ ഓരോ റയൽ താരങ്ങളും മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു കാണണം: ബെൽമോണ്ടയിലെ 90 മിനിറ്റ് അതൊരു വലിയ സമയമാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് സമനില ഉറപ്പിച്ചിരിക്കുന്ന സമയത്ത് ചങ്കും വലയും ഒരുപോലെ തുളച്ച ബെൻഡോഗറിൻ്റെ ആ ഗോൾ പിറന്നത്? ഏറ്റവും രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ ആ മത്സരത്തിൽ റയൽ ധരിച്ച തങ്ങളുടെ തേർഡ് കിറ്റിന് പിറകിൽ ഇങ്ങനൊരു വാചകം കൂടിയുണ്ട് എന്നുള്ളതാണ്: നൊവൻഡ മിനിറ്റെ എൻ എൽ ബെർണബ്യൂ സോൺ മോൾട്ടോ ലോങ്ങോസ്. ബെർണബ്യൂയിലെ 90 മിനിറ്റ് അതൊരു വലിയ സമയമാണ്. മടക്കയാത്രയിൽ ആൽബിസെറ്റ മുതൽ മാഡ്രിഡ് വരെയുള്ള 90 മിനിറ്റിൻ്റെ ദൂരം റയൽ ആരാധകർക്കും ഒരു വലിയ സമയമായി തോന്നിക്കാണണം. 2000-ൽ ലൊറൻസോ സാൻസിനെ അട്ടിമറിച്ച് റയൽ മാഡ്രിഡ് പ്രസിഡന്റ് കസേരയിൽ ഫ്ലോറന്റീനോ പെരസ് ഇരിപ്പുറപ്പിക്കുമ്പോൾ അയാൾ നടത്തിയൊരു പ്രഖ്യാപനമായിരുന്നു ഗലാറ്റിക്കോ എന്നുള്ളത്. ലോകത്താകമാനമുള്ള സൂപ്പർ താരങ്ങളെത്തിച്ച് താരനിബിഡമായൊരു ടീം, ഫ്ലോറന്റീനോ പെരസിൻ്റെ നക്ഷത്രക്കൂട്ടം. ആ പറഞ്ഞ വാക്ക് പെരസ് പാലിക്കുകയും ചെയ്തു. ബ്രസീലിൽ നിന്നും റൊണാൾഡോ നസാരിയോ, പോർച്ചുഗലിൻ്റെ വീരനായകൻ ലൂയിസ് ഫിഗോ, ഇംഗ്ലീഷ് സെൻസേഷൻ ഡേവിഡ് ബെക്കം, ഫ്രഞ്ച് ഫുട്ബോളിൻ്റെ ഐഡൻറ്റിറ്റി ആയിരുന്ന സിനദിൻ സിദാൻ, യൂറോപ്പിനകത്തും പുറത്തുമായി കിട്ടാവുന്ന അത്രയും മാണിക്യങ്ങളെ പെരസ് ലോസ് ബ്ലാങ്കോസ് കുപ്പായത്തിലെത്തിച്ചു. പക്ഷേ അവരിൽ നിന്നും പ്രതീക്ഷിച്ചതൊന്നും റയലിൻ്റെ ട്രോഫി ക്യാബിനറ്റിലെത്തിയില്ല. 2000 മുതൽ 2006 വരെ കാലയളവിൽ നേടിയത് 2 ലാലിഗയും ഒരു ചാമ്പ്യൻസ് ലീഗും. ഇന്ററിം പരിശീലകനടക്കം ഇക്കാലയളവിൽ മാറി വന്നത് 6 പേരാണ്. കൊടുത്ത ഹൈപ്പിനും പടത്തിനും മറുപടി നൽകാനാവാതെ പെരസിനൊടുവിൽ രാജിവെച്ചിറങ്ങേണ്ടി വന്നു. പെരസിൻ്റെ ആദ്യ വരവിലെ പാളിപ്പോയ പദ്ധതിയായി ഗലാറ്റിക്കോ വിലയിരുത്തപ്പെട്ടു. പക്ഷേ ഗലാറ്റിക്കോയിലെ തൻ്റെ കളിക്കാർക്ക് പെരസ് എത്രത്തോളം വില കൽപ്പിച്ചിരുന്നുവെന്ന് പിൻകാലത്ത് വാൻഡർലെ ലക്സംബർഗോ തന്നെ വെളിപ്പെടുത്തി. ഗലാറ്റിക്കോ ഇറയിലെ റയലിൻ്റെ ഏക ബ്രസീലിയൻ പരിശീലകരായിരുന്നു ലക്സംബർഗോ. 2004 സെപ്റ്റംബറിൽ മരിയാനോ ഗാർഷ്യക്ക് പകരക്കാരനായി ചുമതലയേറ്റ ലക്സംബർഗോക്ക് പക്ഷേ ഒരു വർഷമേ ആ പദവിയിൽ ഇരിക്കാനായുള്ളൂ. തൻ്റെ പുറത്താക്കലിന് പിന്നിലെ കാരണമായി ലക്സംബർഗോ പറയുന്നത് ഒരു മത്സരമാണ്. ഗെറ്റാഫയ്ക്കെതിരായ മത്സരത്തിൽ റയൽ ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. ആദ്യ പകുതിയിൽ ഡേവിഡ് ബെക്കാം ചുവപ്പ് കാർഡ് കണ്ടതിനാൽ 10 പേരുമായാണ് റയൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മത്സരത്തിൽ നന്നായി കളിച്ചുകൊണ്ടിരുന്ന റൊണാൾഡോ നസാരിയോയെ ലക്സംബർഗോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നാലെ ഗാലറിയിൽ നിന്നും ആ തീരുമാനത്തെ പ്രതികൂലിച്ച് പ്രതിഷേധമുയർന്നു. മത്സരശേഷം ലക്സംബർഗോയെ വിളിപ്പിച്ച പെരസ് അയാളോട് എന്തിനാണ് റൊണാൾഡോയെ പിൻവലിച്ചതെന്ന് ചോദിച്ചു. ലക്സംബർഗോ നൽകിയ മറുപടി പക്ഷേ പെരസിനെ തൃപ്തിപ്പെടുത്തിയില്ല. റൊണാൾഡോയുടെ കളി കാണാൻ കൂടി വേണ്ടിയാണ് ആരാധകർ ഗാലറിയിലെത്തുന്നത്. അയാൾ നന്നായി കളിക്കുന്നുമുണ്ടായിരുന്നു. അതുകൊണ്ട് അയാളെ പിൻവലിച്ചത് നിങ്ങളുടെ പക്കൽ നിന്നുമുണ്ടായ മോശം തീരുമാനമാണ്. തന്നെ പുറത്താക്കും മുമ്പ് പെരസ് തന്നോടായി പറഞ്ഞത് ഇങ്ങനെയാണെന്നാണ് ലക്സംബർഗോയുടെ വെളിപ്പെടുത്തൽ. തന്നെ പിൻവലിച്ചതിനാലാണ് ലക്സംബർഗോയുടെ ജോലി തെറിച്ചത് എന്ന് റൊണാൾഡോ നസാരിയോയും ഒരിക്കൽ തുറന്നു സമ്മതിച്ചിരുന്നു. 2.5 പതിറ്റാണ്ട് പിന്നിട്ടു. റയലിൻ്റെ 3ാം ഗലാറ്റിക്കോ നിരയാണ് ഇപ്പോൾ ലോസ് ബ്ലാങ്കോസിൻ്റെ തൂവെള്ള കുപ്പായത്തിൽ പന്ത് തട്ടുന്നത്. വിനീഷ്യസ് ജൂനിയർ, ജൂഡ് ബെല്ലിംഗ്ഹാം, കിലിയൻ എംബാപ്പെ, അർദ ഗുളർ എന്നിങ്ങനെ ഓരോ ദേശീയ ടീമിൻ്റെയും പോസ്റ്റർ ബോയ്കൾ ഒന്നിച്ച് കളിക്കുന്നൊരു നിര. പക്ഷേ 25 വർഷങ്ങൾക്കിപ്പുറം ടീമിൽ വീണ്ടും ആ പഴയ ഗലാറ്റിക്കോയിലെ പല പ്രശ്നങ്ങളും അതേപോലെ ഉടലെടുക്കുന്നു. താരങ്ങൾ തമ്മിൽ ഈഗോ ക്ലാഷുകൾ, അതിനെ ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ പിടിച്ചു നിർത്താനാവാതെ പാടുപെടുന്ന പരിശീലകൻ, ബദ്ധവൈരികളായ ബാഴ്സോഡ് മുതൽ ഇത്തിരി കുഞ്ഞൻ സെക്കൻഡ് ഡിവിഷൻ ടീമിനോട് വരെ തോറ്റ് കിരീടങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ഒന്നിൽ പിഴച്ചാൽ 3 എന്നത് വെറും ചൊല്ലായി മാത്രം പെരസിന് കാണേണ്ടി വരും. കാരണം തൻ്റെ ആദ്യ ഗലാറ്റിക്കോ തകർന്നടിഞ്ഞ അതേ രീതിയിൽ 3ാം ഗലാറ്റിക്കോയും ആടിയുലയുന്നത് അയാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാർലോ അൻസലോട്ടി, സാബി അലോൺസോ, അൽവാരോ അർബെലോ എന്നിങ്ങനെ 12 മാസത്തെ ഇടവേളയിൽ ഇത് 3ാമത്തെ ആളാണ് റയലിൻ്റെ പരിശീലക കുപ്പായത്തിലെത്തുന്നത്. ആദ്യ ഗലാറ്റിക്കോയെ അനുസ്മരിപ്പിക്കുന്ന ചില സൂചനകൾ പോലെ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പെരസിനും അയാളുടെ ഗലാറ്റിക്കോ പദ്ധതിക്കും ഒരു നല്ല കാലമുണ്ടായിരുന്നു. 2009-ലെ തൻ്റെ 2ാം വരവിൽ അയാൾ നടപ്പിലാക്കിയ ഗലാറ്റിക്കോ 2.0. ബാലൻഡിയോർ ജേതാവായ കക്ക മുതൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, കരീം ബെൻസീമ എന്നിങ്ങനെ പിൻകാലത്ത് റയൽ ഇതിഹാസങ്ങളുടെ നിരയിലേക്ക് കയറിയ ഒരുപാട് പേരെ പെരസ് തൻ്റെ 2ാം വരവിൽ റയലിൻ്റെ കുപ്പായം അണിയിച്ചു. നിലവിലെ പരിശീലകൻ അൽവാരോ അർബെലോയും മുൻ പരിശീലകൻ സാബി അലോൺസോയും ഉൾപ്പെടെയുള്ളവരെ എത്തിച്ച 2009-ലെ സമ്മർ വിൻഡോ ഫുട്ബോളിലെ തന്നെ എക്കാലത്തെയും മികച്ച പ്രസൻറ്റേഷൻ സെറിമണിക്കാണ് സാക്ഷികളായത്. ക്രിസ്ത്യാനോ, ബെൻസിമ, ബെയിൽ, ക്രൂസ്, മോഡ്രിച്ച്, കാസമിറോ, കാർവഹാൽ, റാമോസ്, വരാൻ, മാർസലോ, കെയ്ലർ നവാസ്. 2016 മുതൽ 2018 വരെ തുടർച്ചയായ 3 ചാമ്പ്യൻസ് ലീഗ് കിരീടം മാഡ്രിഡ് ഷെൽഫിലേക്ക് എത്തിച്ച ഈ നിര മറ്റു ഗലാറ്റിക്കോ പദ്ധതികൾ പോലെ തകർന്നടിയാതെ പോയത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മെൻറ്റാലിറ്റി. കളിക്കളത്തിൽ ആംബാൻ അണിഞ്ഞവൻ മാത്രമാണ് ക്യാപ്റ്റൻ എന്നും ടീമിൻ്റെ സകല ഉത്തരവാദിത്വവും അവൻ്റെ തലയിലാണെന്നുമുള്ള പഴയ സിസ്റ്റം ആ റയൽ നിരയിൽ ഉണ്ടായിരുന്നില്ല. കളിക്കാൻ ഇറങ്ങിയാൽ അവർ 11 പേരും ക്യാപ്റ്റന്മാരാണ്. അവരവരുടെ പൊസിഷനുകളിൽ തങ്ങളെക്കാൾ മികച്ചവരായി മറ്റാരും ഉണ്ടാവരുതെന്ന ഒരു നിശ്ചയദാർഢ്യം അവർക്കുണ്ടായിരുന്നു. അവരുടെ പരസ്പര മത്സരം ടീമിൻ്റെ പോസ്റ്റർ ബോയ് ആവാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് ടീമിൻ്റെ മാച്ച് വിന്നർമാരാവാൻ വേണ്ടിയായിരുന്നു. മെയിൻ 11 പുറത്തിരുത്തിയാലും കളി ജയിപ്പിക്കാൻ പോകുന്നൊരു ബെഞ്ച് സ്ട്രെങ്ത്തും അന്ന് അവർക്കുണ്ടായിരുന്നു. കൈമയും മറന്ന് ടീം പ്ലെയറായി മാത്രം നിലകൊണ്ട ലൂക്കാസ് വാസ്കസിനെയും നാച്ചോയും പോലെയുള്ളവരും ആ ടീമിൻ്റെ കരുത്തായിരുന്നു. അതിനുമപ്പുറം ഇവരെയെല്ലാം റയൽ മാഡ്രിഡ് എന്ന ഒറ്റ വികാരത്തിൽ ഏകോപിപ്പിക്കാൻ പരിശീലക കസേരയിൽ നിന്ന് ആ മനുഷ്യന് സാധിച്ചു. സാക്ഷാൽ സിനദിൻ സിദാൻ.
ബയർ ലെവർകൂസനിൽ രാജാവായി വാഴ്ത്തപ്പെട്ട സാബി അലോൺസോക്ക് റയലിൽ നടപ്പിലാക്കാൻ പറ്റാതെ പോയത് സിനദിൻ സിദാന് സാധിച്ച മാൻ മാനേജ്മെൻറ്റാണ്. പെരസിൻ്റെ ആദ്യ ഗലാറ്റിക്കോയുടെ തകർച്ചയ്ക്ക് വഴിവെച്ചതും ഇതേ മാൻ മാനേജ്മെൻറ്റ് ഇല്ലായ്മയാണ്. നിലവിലെ പരിശീലക കുപ്പായം അണിഞ്ഞ അർബലോക്കും മാൻ മാനേജ്മെൻറ്റ് എന്ന വലിയ കടമ്പയാണ് താണ്ടാനുള്ളത്. സൂപ്പർ താരങ്ങളെ അണിനിരത്തിയ ടീമിലെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കുക എന്ന വലിയ കടമ്പ. ആൽബസെറ്റക്കെതിരായ തോൽവി സംശയങ്ങളുടെ ശരങ്ങൾ അയാൾക്ക് നേരെ എഴുത്തുടങ്ങിയിട്ടുണ്ടെങ്കിലും ടീമിൽ ഇണങ്ങിച്ചേരാനുള്ള സമയം അയാൾക്ക് പെരസ് നൽകുമെന്ന് കരുതാം. റയലിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നെന്ന് ക്ലോപ്പിൻ്റെ വാക്കും അർബലോ ചെവികൊണ്ടിട്ടുണ്ട്. അതിനെ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ കഴിഞ്ഞ മത്സരത്തോടെ തന്നെ അയാൾ തുടങ്ങിയിട്ടുമുണ്ട്. ഈ സീസൺ റയൽ എവിടെ വരെ എത്തും? ക്യാമ്പ് നൗവിലെ അടുത്ത എൽ ക്ലാസിക്കോയിൽ എന്തായിരിക്കും മത്സരഫലം? കാത്തിരുന്നു കാണാം.